കരിപ്പൂർ എയർപോർട്ട് മുൻ ഡയറക്ടർ വിജയകുമാറാണ് സാധ്യതാ പഠനം പൂർത്തിയാക്കിയത്. റിപ്പോർട്ട് നാഷണൽ എയർപോർട്ട് അതോറിറ്റി മുൻപാകെയും സമർപ്പിച്ചിട്ടുണ്ട്. തിരുവമ്പാടി, മുക്കം, കോടഞ്ചേരി പഞ്ചായത്തുകളിൽപ്പെടുന്ന 3000 ഏക്കർ ഭൂമിയാണ് പദ്ധതിക്കായി കണ്ടുവച്ചിരിക്കുന്നത്. നീലേശ്വരം എസ്റ്റേറ്റ്, തിരുവമ്പാടി എസ്റ്റേറ്റ് എന്നിവയിൽപ്പെടുന്നതാണ് ഭൂമി. പ്രദേശം കസ്തൂരിനഗർ റിപ്പോർട്ടിന്റെ പരിധിയിൽ വരില്ലെന്നും ഇൻഡസ്ട്രിയൽ പ്ലാന്റേഷൻ ഭൂമിയാണെന്നും സംരംഭകർ ചൂണ്ടിക്കാട്ടുന്നു. വളരെ ഒരു പ്രയാസമില്ലാതെ, ഒരു എതിർപ്പില്ലാതെ വളരെ അനുയോജ്യമായ സ്ഥലം ചുരുങ്ങിയ വിലയ്ക്ക് അവിടെ കണ്ടെത്തിയില്ല. പ്രപ്പോസൽ സർക്കാരിൽ കൊടുത്തിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളം അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിൽ ഭാഗികമായിട്ട് എന്ന് പറഞ്ഞാൽ ഇനി ചെറിയ വിമാനങ്ങളല്ലാതെ, ഡൊമസ്റ്റിക് അല്ലാതെ ഇന്റർനാഷണൽ പദവി ഉണ്ടാവാൻ പ്രയാസമാണ്. അപ്പോൾ ഒരു പുതിയ വിമാനത്താവളത്തിന്റെ ആവശ്യകതയുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടക്കാത്തതിനാൽ കരിപ്പൂരിൽ ഇനി വികസന സാധ്യതയില്ല. വരാൻ പോകുന്ന കണ്ണൂർ വിമാനത്താവളവും വലിയ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാവുന്ന തരത്തിലല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. ചരക്ക് നീക്കം നിലച്ച് മലബാറിലെ വ്യവസായ മേഖല തളരുമെന്ന ഘട്ടത്തിലാണ് പുതിയ വിമാനത്താവളത്തിനുള്ള നീക്കം. രാജ്യത്ത് 17 സ്വകാര്യ വിമാനത്താവളങ്ങൾക്ക് അനുമതി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊന്നായി തിരുവമ്പാടിയെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ആരായുന്നത്. ക്യാമറമാൻ വ്യാസ് പി രാമനൊപ്പം EV ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.